അപ്പോൾ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നമ്മുടെ അടുത്തുള്ള ഒരു മലയാളി ഷോപ്പിക്ക് കുറച്ച് സാധനം, മെയിനായിട്ടുള്ള എന്താണ്, പൊറോട്ട അല്ലാതെ എന്ത് പരിപാടി. അപ്പോൾ ഇന്ന് പൊറോട്ട അങ്ങനത്തെയൊക്കെയാണ് നോമ്പറക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്തുള്ള മലയാളി ഷോപ്പൊക്കെ ഇറങ്ങിയതാണ്. കുറച്ച് തണുപ്പായത് 2 കുപ്പായി ഞാൻ കൂടുതലിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 കോട്ട് അടുക്കിട്ടിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. തണുപ്പിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യാം, പക്ഷെ ചൂടിന് നമ്മൾ എന്ത് ചെയ്യും? തണുപ്പ് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. തണുപ്പ് നമുക്ക് ഇനിയിപ്പോൾ -10-20 ആയാലും നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. 2-3 ജാക്കറ്റും മറ്റൊക്കെ കൂട്ടി നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തണുപ്പിന്ന് രക്ഷപ്പെടാം. പക്ഷേ ചൂടിന് നമ്മൾ എന്ത് ചെയ്യും? AC അല്ലാതെ വേറെ ഒന്നും ഉപയോഗിക്കാമല്ലോ. AC വെച്ചാലോ നമുക്ക് കുറേ ഒന്നും അല്ലാതെ യൂസ് കഴിഞ്ഞാൽ ഒരു ബോഡിക്ക് പറ്റില്ല. നാച്ചുറൽ അല്ലോ തണുപ്പ്. പിന്നെ നാച്ചുറൽ ആയതുകൊണ്ട് നമുക്കതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അങ്ങനെ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഹോട്ട് ചെയ്ത് നമ്മുടെ ശരീരം സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ ആക്കാം. അപ്പോൾ ഞാൻ പോണ വഴിയൊക്കെ കാണിച്ചു തരാം, ഷോപ്പും കാണിച്ചു തരാം. നമ്മൾ വായോ അല്ല, കാറുകളൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്നിൻ്റെ ബാക്കിൽ പോയി നിർത്തും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഓണം കട്ട് അടിച്ചിട്ട് അപ്പുറത്തോടി കയറി ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പ് കൂടി കയറ്റിക്കൊണ്ട് ആകെ ബ്ലോക്ക് ആക്കിയിടും. ഇവിടെ കണ്ടില്ല, എങ്ങനെ പോയി പതുക്കെ കൊണ്ടുപോയി നിർത്തും. ഒരു വണ്ടി പോകും, ആ വണ്ടിക്ക് വെച്ച് അപ്പുറത്തെ വണ്ടിക്ക് ഇങ്ങനെ ആ ഒരു നല്ലൊരു ഇത് ഇവിടെ ഉണ്ട്. എന്നിട്ട് പറയാ അഡ്ജസ്റ്റ്മെൻറ്റോ. നമ്മളവിടെ ക്ഷമല്ല, നമ്മളവിടെ പേ നടിക്കും. നേരെ കിട്ടുന്ന ഗ്യാപ്പ് കൂടി ഓവർടേക്കിട്ട് ആകെ ബ്ലോക്ക് ആക്കിയിടും. അങ്ങനെ ഒരു മാറ്റമുള്ളൂ. ഇതൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ വീടിൻ്റെ പുറകുവശത്തുള്ള ചെറിയൊരു ഷോപ്പിംഗ് ഏരിയ ആണ്. ഇവിടെ എല്ലാ ഐറ്റംസ് സാധനങ്ങളും ഇവിടെ കിട്ടും. ഇങ്ങനെ റൗണ്ടാണ്, ഇതിലുള്ള നിറച്ച് ഷോപ്പുകൾ, ഫുഡുകൾ കണ്ടല്ലേ, എല്ലാ ഐറ്റംസും കിട്ടുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ ഒരു മലയാളികളുടെ ചെറിയൊരു ഷോപ്പുണ്ട്, അതാണിത്. ഇവിടെ എല്ലാ മലയാളി ഫുഡും കിട്ടും. പൊറോട്ട, പഴംപൊരി. ഇതാണ് ആ ഷോപ്പ്. സ്ട്രീറ്റ് ബോൾ എന്നാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ നെയിംസ്. പിന്നെ നന്ദൂസ് ഉണ്ട് അവിടെ. അത് നന്നായിട്ടൊരു ഹോട്ടലാണ്. എല്ലാ ഫുഡും അവിടെ കിട്ടും. അങ്ങനെ നല്ലൊരു ഫുഡും ഒക്കെ പാടുള്ള നല്ലൊരു ഏരിയ ആണ്. പിന്നെ അപ്പുറത്ത് അവിടെ 5 Gs ഒരു ബർഗർ ഷോപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്ത് KFC ഉണ്ട്, അത് കാണുന്നില്ല. അതിൻ്റെ അപ്പുറത്താണ് KFC. പിന്നെ ഇവിടെ ഒരു മക്ഡൊണാൾഡ്സ് ഉണ്ട്, ഇത് മഗ്ഡിയാണ്. എല്ലാം ഉള്ളൊരു ഏരിയ ആണത്. നല്ല അടിപൊളിയല്ലേ? അല്ലേ, അടിപൊളി ഒരു ഏരിയ ആണ്. നല്ല രസമുള്ള സ്ഥലമാണ്. ഞാനിവിടെയാണ് ഡെലിവറിക്കൊക്കെ വന്ന് നിൽക്കാറ്, ഡെലിവറിക്ക് പോകുന്ന സമയങ്ങളിൽ. എന്നൊന്നും ഞാൻ പോകാറില്ല. പോണ ടൈമിൽ 5 മണിക്കൂറൊക്കെ വേണം എടുക്കുമ്പോൾ ഞാൻ ഇവിടെ വന്ന് നിൽക്കും. ഇവിടെ നന്നായിട്ട് ഓർഡർ കിട്ടും ഈ ഏരിയയിൽ നിന്ന്. ഈ മഗ്ഡിയിൽ നിന്ന് കിട്ടും, അവിടെ KFC അതേമാതിരി 5 Gs എന്ന് പറഞ്ഞ ഈ സ്ഥലത്തുനിന്ന്, പിന്നെ ഇപ്പുറത്തുനിന്ന് ഈ മറ്റേ സബ്വേ എന്ന്, അങ്ങനെ എല്ലാ ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ ഓർഡർ കിട്ടുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓർഡർ വരിക ഈ മഗ്ഡിയിൽ നിന്നാണ്. മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവപ്പെട്ടവരുടെ തട്ടുകട എന്ന് പറയുന്ന കാര്യമാണ്. ഇവിടെ അല്ല, നമ്മളെ നാട്ടിലാണ് മഗ്ഡിയൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഹൈപ്പുള്ളത്. ഇവിടെയൊക്കെ ചായക്കട, ഭയങ്കര തിരക്കക്കാര, എല്ലാ ആൾക്കാരും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. നല്ല സെയിൽ കിടക്കുന്ന ഏരിയയാണ് മഗ്ഡി. എന്തായാലും ഇതുകൂടി ഇങ്ങനെ പോയിട്ട് വേണം. നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ കുറച്ച് അപ്പുറത്തെ ഏരിയയിലാണ് നമുക്ക് എന്തുള്ളത്, ഷോപ്പിംഗ് സെൻറ്റർ, നമ്മളെ സൂപ്പർ മാർക്കറ്റ് ഉള്ളത്. സൂപ്പർ മാർക്കറ്റ് അല്ല, നമ്മുടെ ഷോപ്പ്, മലയാളി ഷോപ്പ്. ഇതൊരു നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. നേരെ അങ്ങോട്ട് കഴിഞ്ഞാൽ അവിടെ KFC ഉണ്ട്. അല്ലേ, KFC നല്ല റെസ്റ്റോറൻ്റാണ് വിസിലിന്. പിന്നെ മഗ്ഡി. ഇവിടെ ഡെലിവറീസ് ഇവിടെ ഉണ്ട്. ഇവിടെ ഈ കണ്ടിലൊക്കെ ഒരു ബാഗൊക്കെ പിടിച്ചിട്ട് ഞാനിവിടെ നിൽക്കാറുണ്ട്. അത്യാവശ്യം നല്ല ഓർഡർ കിട്ടും. നല്ല തിരക്കുള്ള ഏരിയ ആണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് നമുക്ക് ഇനി ഒരു റോഡ് കവർ ചെയ്ത് അപ്പുറത്തെ സൈഡിലാണ് നമ്മളെ ഷോപ്പ് ഉള്ളത്. പക്ഷെ ഇവിടെ എന്താ വെച്ചാൽ സൈക്കിളായിരിക്കും നമ്മൾ നടക്കുന്ന ആളുകൾക്ക്, റോഡ് കൂടി നടക്കുന്ന ആളുകൾക്ക് നല്ല പ്രൊട്ടക്ഷനാണ്. ആളുകൾ വണ്ടികളൊക്കെ നിർത്തി വലിയ പ്രശ്നമില്ലാതെ സുഖമായിട്ട് പോവാം. പെഡലിസ്റ്റും സൈക്കിൾ യാത്രികരും ഇവിടെ അത്ര ഇതാണ്. അപ്പോൾ വണ്ടികളൊക്കെ നമുക്ക് നിർത്തിത്തരും, നമ്മളെ കെയർ ചെയ്തിട്ടൊക്കെ ഉള്ളു വണ്ടികൾ പോവുക അല്ലേ. നമ്മൾ ആ ടൗൺ മറ്റേ കാണിച്ചു തന്ന KFCൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് കൂടി റോഡുണ്ട്. ആ റോഡ് ഇങ്ങനെ ഈ റോഡ് ചെന്ന് കൂടുന്ന ഇരുത്താണ് നമ്മുടെ ഷോപ്പുകൾ. ആ നാട്ടിൽ പെരുന്തൽമണ്ണത്തൊക്കെ ഫിഷ് മാർക്കറ്റ് ഉള്ള പോലെ ഇവിടുത്തെ ഫിഷ് മാർക്കറ്റാണത്. ഞാൻ ഫിഷ് മാർക്കറ്റിൽ നോക്കട്ടെ ആദ്യം, അവിടെ എന്തൊക്കെ മീനുകളുണ്ട് നോക്കിയിട്ട് നമുക്ക് അടുത്ത കടയിൽ പോവാം. ഇവിടെ എല്ലാം കിട്ടും, ചിക്കൻ്റെ ഐറ്റംസ് കിട്ടുന്ന കടയാണ് അത്. അങ്ങനെ അവിടെ മറ്റേ വെജിറ്റബിൾസിൻ്റെ ഉണ്ട്. ഇത് ഫിഷിൻ്റെ ഹാള്. ഇവിടെ ഫുൾ ഫിഷുകളാണ് കിട്ടുക. ഫിഷ് ഷോപ്പുകളാണ് അതിനുള്ളത്. മത്തി ഉണ്ട്, മത്തി
ഇതാണ് ഇവിടുത്തെ മീൻ മാർക്കറ്റ് അല്ല. എല്ലാ അത് ചൈനക്കാർ അങ്ങനത്തെ കൊറിയക്കാർ അവരുടെ ഷോപ്പുണ്ട്. ഇത് മലയാളി ഷോപ്പാണ്. ഇത് മലയാളി ഷോപ്പാണ്. ഇത് വേറെ ആൾക്കാരുടെ ഷോപ്പ്. നൈസാണ്. ഇതിങ്ങനെയൊക്കെ നല്ല ഫ്രഷ് മീനാണ്. ഞാനെന്തായാലും ഈ ഒരു മീൻ കണ്ടത് അത് നല്ല ടേസ്റ്റുള്ള മീനാണ്. നല്ല പൊരിച്ച് കഴിച്ചാൽ അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. ഇത് കിലോ 9 പൗണ്ടാണ് ഇവിടെ വരുന്നത്. അയിലക്ക് കിലോത്തിന് 11 പൗണ്ട്, ചെമ്മീന് കിലോത്തിന് 9 പൗണ്ട്, അങ്ങനെ ഓരോ ഇതിന് 14 പൗണ്ട്, അമൂറ് 14 പൗണ്ട്. പിന്നെ ഇത് വേറെ പറഞ്ഞു. ഗൈസ് ഞാൻ 2 മീൻ വാങ്ങിച്ചു പോന്നു, 9 പൗണ്ട്. അപ്പോൾ അതൊന്ന് പോയിട്ട് ഗ്രില്ല് ചെയ്യണ പരിപാടിക്കാണ് ആ മീൻ വാങ്ങിച്ചത്. നല്ല ടേസ്റ്റുള്ള മീൻ. ഓ എൻ്റെ പൊന്നെ. ഇനി നമുക്ക് അടുത്ത ഷോപ്പ് പോകാം. ഗൈസ് ഞാൻ പറഞ്ഞ സ്പൈസ് മാർക്കറ്റ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി കാണിച്ചു തരാം. സൈക്കിൾ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈക്കിൾ ലോക്ക് ചെയ്യാനൊരു കഥ ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. സൈക്കിൾ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ സൈക്കിൾ അപ്പം പോകും. ചക്ക ചെറിയ കഴിഞ്ഞു. പൊറോട്ടകൾ ഗൈസ് നമ്മൾ മലയാളി ഷോപ്പ് കയറി വന്ന് വീട്ടിലെത്തി. ഇനി ഞാൻ നമുക്ക് കുടിക്കാനുള്ള വെള്ളം വാങ്ങാൻ വേണ്ടി അവിടെ തസ്ഡേ പോവാണ്. മിനറൽ വാട്ടർ വാങ്ങിക്കണം അവിടെ പോയിട്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് വരാം. അപ്പോൾ നമുക്ക് തസ്ഡേ പോയി വെള്ളം വാങ്ങിച്ചിട്ട് വരാം. ഇതാണ് നമ്മൾ എടുക്കാൻ വന്ന വെള്ളം. ഒരു 6 ഭയങ്കര വൈറ്റ് 2 ലിറ്ററിൻ്റെ 6 ക്യാൻ. ഒരാഴ്ചക്ക് കുടിക്കാൻ അത് മതി. അപ്പോൾ വെള്ളം എടുത്ത് വീട്ടിൽ പോവാം. ഇവിടെ കുറേ ഐറ്റം വെള്ളംസ് ഉണ്ടല്ലേ. നെസ്ലയുടെ ഒക്കെ ഉണ്ട്, ചെറിയ ബോട്ടിൽ സോഡകൾ, ജ്യൂസുകൾ. ഏതായാലും വെള്ളം എടുക്കാൻ വന്നു, വെള്ളം എടുത്തു. രണ്ട് മീൻ ഫിഷ് എടുത്ത് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോകുന്നു. ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മതി നമുക്ക് ഗ്രില്ല് ചെയ്യാൻ. പിന്നെ കുറച്ച് മസാലപ്പൊടിയും അതാണ് നമ്മളിലുള്ള. പിന്നെ കുറച്ച് ജീരകം, ഇത്ര മതി. നാട്ടിൽ നിന്ന് കൊടുന്ന നല്ല വെപ്പിറ്റലാണ്. ഫ്രോസൺ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ്. പൊടി, മുളക് പൊടി, മഞ്ഞൾ, ഫിഷ് മസാല മാത്രം ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ മസാല തേച്ചൊരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പോവാണ്. എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. പിന്നെ മീനൊക്കെ മസാല പൊടിച്ച് വരുമ്പോഴേക്ക് നമ്മൾ അസർ നിസ്കരിക്കാൻ പോവാണ്. അപ്പോൾ ആ സമയം ഇവിടെ ടൈം എത്ര വെച്ചാല് 4:06. അപ്പോൾ അസർ നിസ്കരിച്ചാൻ പോയിട്ട് അസർ നിസ്കാരം കഴിഞ്ഞ് എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി. പൊട്ടിത്തെറിക്കുന്നുണ്ട് ഗൈസ്. മീൻകറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. മീൻകറിക്കുള്ള അരപ്പ്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ എന്തൊക്കെയോ ഉണ്ടോ എനിക്കറിയില്ല. ഞാൻ ഏതായാലും പോയി നിസ്കരിക്കാനുള്ള നമുക്ക് മുകളിലോട്ട് കയറി പോയാൽ മുകളിൽ 2 റൂമും താഴെ ഒരു ഹാള്. ഈ ഒരു റൂമിൽ നമ്മൾ നിസ്കരിക്കാൻ അതുപോലെ ഡ്രസ്സുകൾ അലക്കി വിരിക്കാനും മാത്രം യൂസ് ചെയ്യുന്ന ഒരു റൂമാണത്. കൂടുതൽ കാര്യമൊക്കെ നമ്മൾ യൂസ് ചെയ്യാറില്ല. കുട്ടികളുടെ കാര്യങ്ങളും ഡ്രസ്സുകൾ ഇങ്ങനെ അല്ലേ, അതുകൊണ്ട് ഇവിടെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിസ്കരിക്കാൻ ഇവിടെ നിസ്കരിക്കും. പുറത്ത് നല്ല മഴയുണ്ട്. ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്യണം. പൊറോട്ടയ്ക്കുള്ള മീൻകറി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ബർഗർ കൊണ്ട് ഒരു ഐറ്റംസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മളെ പരിപാടി ഇന്നത്തെ നോമ്പുറ.
കുന്തമുളം കളറ്. ശരി എന്നാ നമസ്കാരം കഴിയട്ടെ. എന്തുവാണോ ഇപ്പൊ നമ്മൾ ബർഗറിന്റെ സെറ്റപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചീസും ടോയസും ഒക്കെ വെച്ചൊരു സെറ്റിലുണ്ട്. ഇനി നമ്മൾ ഇന്ന് നേരെ മറ്റതിനുള്ളിൽ എടുത്ത് വെക്കുക. സെറ്റ് ഒന്ന് ഓവനുള്ളിൽ കയറ്റി എടുത്തിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെജിറ്റബിൾസ് വെക്കാം. ടൊമാറ്റോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇപ്പൊ സെറ്റായിരിക്കും. ജസ്റ്റ് ഉണ്ട് അതൊന്നും ഇങ്ങനെ കയറ്റി വെക്കുക. അടക്കുക എടുക്കുക. എല്ലാം വെട്ടി ഈ മാംഗോ വെട്ടാനുണ്ട്. അപ്പൊ നമ്മുടെ സാധനം ഗ്രില്ലഡായി സെറ്റ് ആയിട്ടുണ്ട്. ബർഗറിന്റെ ഇന്ന് പൊള്ളുന്നു ഗൈസ് അല്ലേ. സെറ്റ് ഗൈസ് നമ്മുടെ ബർഗർ അടിപൊളി. അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ നമുക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളൊന്നും വെക്കുന്നില്ല, തൽക്കാലം ഇത് മതി. ഈ ഒരു സെറ്റപ്പിൽ പോട്ടെ. മീൻ ഇങ്ങനെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിന് ഇങ്ങനെ പതുക്കെ പതുക്കെ ആവും. ഗൈസ് നമ്മുടെ ഫിഷ് ഗ്രില്ല് ചെയ്ത സംഭവം സെറ്റ് ആയിട്ടുണ്ട്. മീൻ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മീനൊന്ന് കഴിച്ച് നോക്കാം. 2 പൊറോട്ടയും ഒരു മീനിന്റെ നല്ലൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് മീൻ കറിയും കഴിച്ച് അവിടെ കഴിക്കുക. പൊറോട്ട നമ്മളെ നൈറ്റ് ഫുഡ്. ഗൈസ് നമ്മൾ അങ്ങനെ അത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതോടുകൂടെ നമ്മൾ നിർത്താൻ പോവാണ്. അടുത്ത വ്ളോഗുമായിട്ട് വരുന്നവരുടെ എല്ലാവരും ബൈ.